paper. The course name is BSOE 143, Environmental Sociology. The first unit of this block is Unit 1, Environmental Sociology is Nature and Scope. After going through this topic, you should able to context of origins of environmental sociology as a discipline. How is it emerge here as a discipline? Then some of the theoretical accounts to understand the nature of relationship between society and environment. Then some crucial environmental concerns brought upon itself by the human society, and at last note that environmental sociology as a discipline is an ongoing endeavor. ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് വന്നാൽ ദ ടേം എൻവയറമെന്റൽ സോഷ്യോളജി ഈസ് എ കോമ്പൗണ്ട് ഓഫ് ടു വേർഡ്സ്. അപ്പോൾ ആ ടേം എൻവയറമെന്റൽ സോഷ്യോളജി എന്നുള്ള ടേം തന്നെ രണ്ട് വാക്കുകൾ ചേർന്നിട്ടുള്ളതാണ്. ഒന്ന് എൻവയറമെന്റ് ആൻഡ് അതർ വൺ ഈസ് സോഷ്യോളജി. ദ ടേം എൻവയറമെന്റൽ സോഷ്യോളജി ഈസ് എ കോമ്പൗണ്ട് ഓഫ് ടു വേർഡ്സ്, എൻവയറമെന്റ് ആൻഡ് സോഷ്യോളജി. Environment comprises a close interconnection between people, other living being, land, water, air, all that is essential for physical life on earth. എൻവയറമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഒക്കെ ഉൾപ്പെടുന്നതാണെന്ന്, നമ്മുടെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എൻവയറമെന്റ് കംപ്രൈസസ് എ ക്ലോസ് ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ. ഒരു ക്ലോസ് ഇന്റർസെക്ഷനാണ്, ഇന്റർ കണക്ഷൻ ഉണ്ട് ആളുകളായിട്ട്, അതർ ലിവിങ് ബീങ്സ് മറ്റ് ജീവജാലങ്ങളായിട്ട്, ഭൂമിയായിട്ട്, വാട്ടറായിട്ട്, എയറായിട്ട്, ആൻഡ് ഓൾ ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫിസിക്കൽ ലൈഫ് ഓൺ എർത്ത്. അപ്പോൾ ഭൂമിയിൽ ഭൗതിക ജീവിതത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ഒത്തുചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ എൻവയറമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യോളജി ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സൊസൈറ്റി വി ലിവ്. അപ്പോൾ എൻവയറമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഇനി സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സൊസൈറ്റി വി ലീവ് ഇൻ. നമ്മൾ ജീവിക്കുന്ന ആ സൊസൈറ്റീനെ കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് സോഷ്യോളജിയിൽ കൂടെ നടത്തുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് പീപ്പിൾ, ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, interactions between them and the resulting process and structures in the society. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് അബൌട്ട് പീപ്പിൾ, അവിടെയുള്ള ആളുകൾ, അവരുടെ ഗ്രൂപ്പുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻ്ററാക്ഷൻസ് ബിറ്റ്വീൻ ദം, അവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ്, ആൻഡ് ദ റിസൾട്ടിങ് പ്രോസസ് ആൻഡ് സ്ട്രക്ചർ ഇൻ ദ സൊസൈറ്റി. ഓൾ ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിന് വേണ്ട ഈ വക എല്ലാ കാര്യങ്ങളും ഈ സൊസൈറ്റി എന്നുള്ള ടേമിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനുഷ്യന് അത്യാവശ്യം ഒരു സാമൂഹിക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനടിയിൽ വരുന്നുണ്ട്. Therefore, environmental sociology is the study of relation between human societies and their physical environments. അപ്പോൾ അതുകൊണ്ട് തന്നെ environmental sociology എന്ന് പറഞ്ഞാൽ is the study of പരിസ്ഥിതിയുടെ സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയറമെൻറ്റ്സ്. അപ്പോൾ ഹ്യൂമൻ സൊസൈറ്റിയും അതിൻ്റെ ഫിസിക്കൽ ഭൗതിക പരിസ്ഥിതിയുമായിട്ടുള്ള ആ റിലേഷനെയാണ് നമ്മൾ എൻവയറമെൻ്റൽ സോഷ്യോളജി കൂടി മനസ്സിലാക്കുന്നത്. എൻവയറമെൻ്റൽ സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയറമെൻറ്റ്സ്, ഓർ അക്കോർഡിംഗ് ടു ആർ ഡൺലപ്പ് ആൻഡ് കാറ്റൺ. ആർ ഡൺലപ്പ് അതുപോലെ കാറ്റൺ ഇവരുടെ അഭിപ്രായത്തിൽ ഈ എൻവയറമെന്റൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയൽ എൻവയറമെന്റൽ ഇന്ററാക്ഷൻസ്, സൊസൈറ്റി സമൂഹവും പരിസ്ഥിതിയുമായിട്ടുള്ള ഇടപെടലുകൾ, സൊസൈറ്റിയൽ എൻവയറമെന്റൽ ഇന്ററാക്ഷൻസ്. ദീസ് ഇന്ററാക്ഷൻസ് അറ്റ് ദ ഇന്റർഫേസ് ഓഫ് സൊസൈറ്റി ആൻഡ് എൻവയറമെന്റ് ഹാവ് എ റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ് ഓൺ ഈച്ച് അതർ. അത് പരസ്പരം അങ്ങോട്ട് സൊസൈറ്റീനെ ഈ ഇന്ററാക്ഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻവയറമെന്റിനെ ഈ സൊസൈറ്റി ആയിട്ടുള്ള ഇന്ററാക്ഷൻ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, സൊസൈറ്റിയും എൻവയറമെൻറ്റുമായിട്ട്. ഹൗവർ, എൻവയറമെൻ്റൽ പ്രോബ്ലംസ് ഓർ കൺസേൺസ് എമർജ്ഡ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ദീസ് ഇൻ്ററാക്ഷൻസ്. എങ്ങനെയായാലും എൻവയറമെൻ്റൽ പ്രോബ്ലംസ്
ഓർ കൺസേൺസ്. ഇനി പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ചില പ്രോബ്ലംസും അതിൽ നിന്നും ഉദയം കൊള്ളുന്ന മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ഇന്ററാക്ഷൻസിന്റെ കോൺസിക്വൻസാണ്, അനന്തര ഫലമായിട്ട്. ഈ സൊസൈറ്റിയും എൻവയറമെന്റും തമ്മിലും പരസ്പരം എപ്പോഴും ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഇടപെടലുകളുടെ ഒരു റിസൾട്ടായിട്ടാണ് പലപ്പോഴും എൻവയറമെന്റൽ പ്രോബ്ലം അതുപോലെ മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. സം ഓഫ് ദ ഗ്ലെയറിംഗ് environmental concerns being global climate change, social degradation, declining biodiversity, ozone layer depletion, solid waste problem, pollution, acid rain, വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് മെനി മോർ. അപ്പം ഈ പ്രോബ്ലം എന്ന് പറഞ്ഞത് എൻവയറമെൻറ്റും സൊസൈറ്റിയും തമ്മിൽ നടക്കുന്ന ഇൻ്ററാക്ഷൻസിൻ്റെ ഫലമായിട്ട് പല പ്രോബ്ലം പരിസ്ഥിതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഈ പ്രോബ്ലം എന്ന് പറയുന്ന ഒന്ന് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, ആഗോള താപനത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പിന്നെ സോഷ്യൽ ഡീഗ്രഡേഷൻ, സോയിൽ ഡീഗ്രഡേഷൻ, മണ്ണൊലിപ്പുകൾ, ഡിക്ലൈനിങ് ബയോഡൈവേഴ്സിറ്റിയിലുള്ള മോശമായിട്ടുള്ള സ്ഥിതി, അതുപോലെ ഓസോൺ ലെയർ ഡിപ്ലിയേഷൻ, ഓസോൺ പാളികൾക്കുണ്ടാകുന്ന ശോഷണാവസ്ഥ, സോളിഡ് വേസ്റ്റ് പ്രോബ്ലം, പൊല്യൂഷൻ, ആസിഡ് റെയിൻ, വാട്ടർ സ്കേഴ്സിറ്റി, വെള്ളത്തിൻ്റെ ദുർലഭ്യം, ആവശ്യത്തിന് വെള്ളം ഇല്ലാതെ വരിക. അപ്പം ഇതൊക്കെ ഈ ഇൻ്ററാക്ഷൻസിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ചില കോൺസിക്വൻസസ് ആണ്. ദ യൂണിറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ആൻ അക്കൗണ്ട് ഓഫ് ദ എമർജൻസ് കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയറമെൻ്റൽ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ. അപ്പം ഇത് ഒരു ഡിസിപ്ലിൻ എന്ന രീതിയിൽ എൻവയറമെൻ്റൽ സോഷ്യോളജിയുടെ എമർജൻസ് ആണ്. എമർജൻസ് എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. തിങ്കിങ് അബൌട്ട് ദ എൻവയറമെൻറ്റ് പ്രയർ ടു ദ എമർജൻസ് ഓഫ് ഡിസിപ്ലിൻ ഓഫ് എൻവയറമെൻ്റൽ സോഷ്യോളജി ലേ അറ്റ് ദ ഡോർ ഓഫ് കൺസർവേഷനിസ്റ്റ്. കൺസർവേഷനിസ്റ്റിന് എക്സാമ്പിൾ ഇവരൊക്കെയാണ് ലൈക്ക് ജോർജ് പെർക്കിൻസ്, മാർസ്, ജിഫോർഡ്, പിൻചോട്ട്, ഓൾഡോ ഡിപ്പോൾഡ് ആൻഡ് അതേഴ്സ്. ഇവരെയൊക്കെ കൺസർവേഷനിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായത്തിൽ, അതുപോലെ വേറൊരു കൂട്ടരാണ് പ്രിസർവേഷനിസ്റ്റ്, അത് ലൈക്ക് ജോൺ മ്യൂറർ, റോബർട്ട് മാർഷൽ ആൻഡ് അതേഴ്സ്, ഹു ഹൈലൈറ്റഡ് ദ ഫ്രാഗിലിറ്റി ഓഫ് ദ ബയോസ്ഫിയർ ആൻഡ് ദ അറ്റൻഡന്റ് എക്കോസിസ്റ്റം. അപ്പോൾ ഇവരൊക്കെ ഈ കൺസർവേഷനലിസ്റ്റുകളും അതുപോലെ പ്രിസർവേഷനലിസ്റ്റുകൾ അവർ രണ്ടു കൂട്ടരും ഈ ഹൈലൈറ്റഡ് അവർ കാണിക്കുകയുണ്ടായി ദ ഫ്രാഗിലിറ്റി ഓഫ് ദ ബയോസ്ഫിയർ. ഫ്രാഗിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ദുർലഭ്യം അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ, ബയോസ്ഫിയർ ആൻഡ് ദ അറ്റൻഡന്റ് എക്കോസിസ്റ്റത്തിലുള്ള ജീവജാലങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ രണ്ടു കൂട്ടരും അവരുടെ ചിന്താഗതികളിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹവർ വിത്ത് ദ അഡ്വാൻസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, സ്പെഷ്യലി ഇറ്റ്സ് റാപ്പിഡ് പേസ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, led to not only unsustainable encroachments on the natural environments, but even over-exploitation through resource extraction and waste addition, such that they increasingly underwent deteriorations and environmental degradations and even destruction in some instances. അപ്പോൾ ഇവർ ചൂണ്ടിക്കാണിച്ച പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വിത്ത് അഡ്വാൻസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിൻ്റെ പുരോഗതിയോടുകൂടി, സ്പെഷ്യലി റാപ്പിഡ് പേസ്, അതായത് വളരെ സ്പീഡിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ഒത്തിരി പ്രോബ്ലംസ് ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടായി. അതായത് എന്തൊക്കെയാണ്, പേസ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ഇൻഡസ്ട്രിയലൈസേഷൻ മൂലം ഈ എക്കോസിസ്റ്റത്തിനും അതുപോലെ എൻവയറമെൻറ്റിനും ഒത്തിരി നാശനഷ്ടങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡു നോട്ട് ഓൺലി അൺസസ്റ്റൈനബിൾ എൻക്രോച്ച്മെൻറ്റ് ഓൺ ദ നാച്ചുറൽ എൻവയറമെൻറ്റ്സ്, ബട്ട് ഈവൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ആൻഡ് വേസ്റ്റ് അഡീഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായ ദുരിതങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. അതായത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ റിസോഴ്സസ് എക്സ്ട്രാക്ഷൻ ആൻഡ് വേസ്റ്റ് അഡീഷൻ, കൂടുതൽ റിസോഴ്സുകൾ ഓവറായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നത് കൊണ്ട് ഒത്തിരി പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സച്ച് ദാറ്റ് ദേ ഇൻക്രീസിംഗ് അണ്ടർവെന്റ് depredations and environmental degradations and even destructions in some instances. പല സ്ഥലങ്ങളിലും വളരെ വലിയ തോതിൽ തന്നെ നാശനഷ്ടങ്ങളും അതുപോലെ ശോഷണാവസ്ഥയും ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ബോക്സിൽ തന്നിരിക്കുന്ന 2-3 കാര്യങ്ങൾ എൻവയറമെന്റൽ കൺസേൺസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്സ് ആണ്. അതായത്
The term environmental sociology was coined by Samuel Cruncher in his book on Man in His Environment. Man in His Environment എന്ന 1971 സാമുവൽ ക്ലഷ്നർ എഴുതിയ ബുക്കിലാണ് ഈ എൻവയറമെന്റൽ സോഷ്യോളജി എന്നുള്ള ആ ശബ്ദം തന്നെ ആദ്യം കൊണ്ടുവന്നത്. അതുപോലെ 22nd April 1917 വാസ് സെലിബ്രേറ്റഡ് ആസ് ദ എർത്ത് ഡേ 1970. 1970 ഏപ്രിൽ 22 എർത്ത് ഡേ 1970 ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ. അതുപോലെ 1970s വാസ് ഐഡന്റിഫൈഡ് ആസ് ദ എൻവയറമെന്റൽ ഡിക്കേഡ്. 1970 അറിയപ്പെടുന്നത് എൻവയറമെന്റൽ ഡിക്കേഡ് എന്നാണ്. എൻവയറമെന്റിന്റെ ആ ഒരു ദശാബ്ദം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് സൈലന്റ് സ്പ്രിംഗ് ബൈ റേച്ചൽ കാർസൺ ആൻഡ് എക്സ്പോസ് ഓഫ് എക്കോസിസ്റ്റം ഡാമേജ് consequent to the use of agricultural pesticide. Prior to the 1970s, American interest in environment was restricted to rural sociology, with two pronged interest in communities depend on nature for their livelihood and in parklands as wilderness areas. However, 1960s and 1970s turned out to be environmentally ടർബുലന്റ് ഡിക്കേഡ്സ്. അപ്പോൾ 1960, 1970 അറിയപ്പെടുന്നത് എൻവയറമെന്റലി ടർബുലന്റ് ഡിക്കേഡ്സ് എന്നാണ്. സോഷ്യലി, പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി, ഈ മൂന്ന് രീതിയിലും സോഷ്യലി, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കലി എൻവയറമെന്റിന് വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് 1960-70s ഇടയ്ക്കുള്ളത്. വിച്ച് കമ്പൽ ദ ഇന്റലക്ച്വൽസ് ആൻഡ് അക്കാഡമിഷ്യൻസ് ടു റീതിങ്ക് ദെയർ അക്കാഡമിക് സ്റ്റാൻഡ് പോയിന്റ് ഇൻ ടേംസ് ഓഫ് ദ എൻവയറമെന്റ്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ബുദ്ധിജീവികൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി അക്കാഡമിക് ഈ ഒരു ഡിസിപ്ലിനായിട്ട് ഈ എൻവയറമെന്റിനെ കുറിച്ചുള്ള പഠനം കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച്. ഇനി ബോക്സ് ടു സൈലന്റ് സ്പ്രിങ്സ്, ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇൻ ആൻ എൻവയറമെന്റൽ സയൻസ് ബുക്ക് റിട്ടൺ ബൈ റേച്ചൽ കാർസൺ ആഫ്റ്റർ ഓൾമോസ്റ്റ് എ decade of research on the adverse environmental impact on discriminate use of synthetic pesticides, അതായത് DDT ഒക്കെ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങൾ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. The effects of these pesticides are not simply limited to eliminating പെസ്റ്റുകളെ, കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് ഈ DDT ഉപയോഗിച്ച കീടങ്ങൾ നശിക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിനും ഹാനി സംഭവിക്കാറുണ്ട്. ബട്ട് ഓൾസോ ഹാംഫുൾ ടു ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അങ്ങനെ അവിടെ ജീവിക്കുന്ന ഹ്യൂമൻ എക്സിസ്റ്റൻസിന് തന്നെ അത് ദൂഷ്യം നൽകാറുണ്ടെന്ന്, മനുഷ്യർക്കും വളരെയധികം ദൂഷ്യം ചെയ്യുന്ന ഒന്നാണ് ഈ DDT പ്രയോഗം. Not only did this book bring environmental concerns to the forefront of American public, but it brought about numerous policy changes and led to the creation of US Environmental Protection Agency. Riley Dunlop and William Carton, founders of the field of environmental sociology in US. US-ലെ ഫൗണ്ടേഴ്സ് ഓഫ് എൻവയറമെന്റൽ സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് റൈലി ഡൺലപ്പ് ആൻഡ് വില്യം കാർട്ടൺ. and other key contributors to this field have made a distinction between. അപ്പൊ ഇവരും അവരുടെ കൂടെ ചേർന്നിട്ടുള്ള മറ്റു ചിലവരുടെയും കൂടി സംഭാവനയായിട്ട് രണ്ട് പ്രധാന കാര്യങ്ങൾ അവർ വ്യത്യസ്തത കാണിക്കുകയുണ്ടായി, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതൊന്ന് സോഷ്യോളജി ഓഫ് എൻവയറമെന്റൽ ഇഷ്യൂസ് ആൻഡ് എൻവയറമെന്റൽ സോഷ്യോളജി. അപ്പൊ രണ്ട് പോയിന്റുകളാണ്, ഒന്ന് സോഷ്യോളജി ഓഫ് എൻവയറമെന്റൽ ഇഷ്യൂസ്, മറ്റത് എൻവയറമെന്റൽ സോഷ്യോളജി. അപ്പൊ ഈ രണ്ട് സംഗതികളുടെ ഇമ്പോർട്ടൻസ് അവരവരുടെ റൈറ്റിംഗ്സിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യോളജി ഓഫ് എൻവയറമെന്റൽ ഇഷ്യൂസ് ഇനി സോഷ്യോളജി ഓഫ് എൻവയറമെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അതെന്താണ് ഡീൽ ചെയ്യണതെന്ന്, ദാറ്റ് ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ട്രഡീഷണൽ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് on public opinion, social movements and formal organization to topics such as the characteristics of environmental activities and tactics and strategies employed by environment groups. അപ്പോൾ ഈ എൻവയറമെന്റൽ ആക്ടിവിസ്റ്റുകൾ ടാക്ടിക്സ് സ്ട്രാറ്റജീസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അതിനെയാണ് സോഷ്യോളജി ഓഫ് എൻവയറമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ട്രഡീഷണൽ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്, പുരാതനമായ പരമ്പരാഗതമായ സോഷ്യോളജിക്കൽ കാഴ്ചപ്പാടുകൾ ഓൺ
public opinion, social movements, organizations to topics such as the characteristics of environmental activities. അപ്പോൾ ഈ എൻവയറമെൻ്റൽ ആക്ടിവിസ്റ്റിൻ്റെ ഓരോ സ്ട്രാറ്റജികൾ, അവരുടെ അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തലാണ് ഈ സോഷ്യോളജി ഓഫ് എൻവയറമെൻ്റൽ ഇഷ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എൻവയറമെൻ്റൽ സോഷ്യോളജി ഫോക്കസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് എൻവയറമെൻറ്റ് സൊസൈറ്റി ഇൻറ്ററാക്ഷൻ. അപ്പോൾ ഇനി എൻവയറമെൻ്റൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യണത് സ്റ്റഡി ഓഫ് എൻവയറമെൻറ്റ് സൊസൈറ്റി ഇൻറ്ററാക്ഷൻ, സൊസൈറ്റിയും എൻവയറമെൻറ്റും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള പഠനം, ആ ഇൻറ്ററാക്ഷൻസിനെ പ്രതിക്രിയ അല്ലെങ്കിൽ ആ ഇൻറ്ററാക്ഷൻ അതിനെക്കുറിച്ചുള്ള പഠനമാണ് എൻവയറമെൻ്റൽ സോഷ്യോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ അണ്ടർലൈങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് and the physical environment they inhabit. By the 1970s, the Love Canal became the most appalling environmental tragedy in American history. അമേരിക്കൻ ഹിസ്റ്ററിയിൽ 1970 ഉണ്ടായ ലവ് കനാൽ എന്നുള്ള ആ പ്രോസസ്സ് ഒരു ഭയങ്കര ഒരു ട്രാജഡി തന്നെയാണ് അവിടെ ഉണ്ടാക്കിയത്. അതായത് അവിടെ ആ ലവ് കനാൽ എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്ന നൈഗ്ര ഫോൾസ്, ന്യൂയോർക്ക്, US അവിടെ ഒത്തിരി ആളുകൾ തിങ്ങിക്കൂടി. അവിടെ കൂടുതൽ അർബനൈസേഷൻ കൂടിയതോടുകൂടി ആളുകളുടെ താമസവും കൂടി. അപ്പോൾ ആളുകൾക്ക് താമസിക്കാൻ സ്ഥലം ഇല്ലാണ്ടായപ്പോൾ കൂടുതൽ ബിൽഡിങ്ങും അതും ഇതൊക്കെ പണിത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളും വേസ്റ്റുകളൊക്കെ കളയാനും ഡംപ് ചെയ്യാൻ സ്ഥലമില്ല, എന്നിട്ട് അവിടെ തന്നെ അത് ഡംപ് ചെയ്യുക. അപ്പോൾ കുറേ ആദ്യമൊക്കെ അങ്ങനെ വെറുതെ കിടന്നിരുന്നു. പിന്നീട് അത് മഴയൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും അതൊക്കെ ഒലിച്ച് ആളുകളുടെ അതിലുള്ള കെമിക്കൽസും ദൂഷ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മനുഷ്യർ താമസിക്കുന്ന വീടുകളിലും അവരുടെ ബാക്ക് യാർഡിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് ഒത്തിരി അവിടെ ഉണ്ടാക്കി. അതുപോലെ ലുക്കോമിയ പോലെ ക്യാൻസർ ബാധിതർ ഒത്തിരിയായി. റിസൾട്ട് ഓഫ് ബ്ലഡ് ടെസ്റ്റ് ഷോഡ് ഹൈ വൈറ്റ് ബ്ലഡ് സെൽ അക്കൗണ്ട്, എ പ്രൊസിക്യൂട്ടർ ടു ലുക്കോമിയ ആൻഡ് ക്രോമോസോൾ ഡാമേജ് എമംഗ് ദ റെസിഡൻസ് അപ് ടു 33% ആൻഡ് മെനി അതർ എയിൽമെൻറ്റ്സ്. അതാണ്ട് 33% ആളുകൾക്ക് തന്നെ ഇങ്ങനെ അവരുടെ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് വളരെ മോശമാകുന്നതും ലുക്കീമിയയുടെ ലക്ഷണങ്ങൾ ഒത്തിരി പേര് ഈ രോഗം ബാധിക്കുന്നതായിട്ടും കണ്ടുപിടിച്ചു. അതാണ് ഈ ലവ് കനാൽ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനെ തുടർന്ന് അവിടെ അമേരിക്കയിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കൂടുതൽ ആളുകൾ താല്പര്യരായി. ഇറ്റ് വാസ് ഐഡൻറ്റിഫൈഡ് ആസ് എ ഫെഡറൽ ഹെൽത്ത് എമർജൻസി ബൈ ദ ദെൻ US പ്രസിഡന്റ്. ആ സമയത്ത് US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫെഡറൽ ഹെൽത്ത് എമർജൻസി അദ്ദേഹം ഡിക്ലെയർ ചെയ്ത് കോൺഗ്രസ് പാസ് ദ കോംപ്രിഹെൻസീവ് എൻവയറമെൻ്റൽ റെസ്പോൺസ് കോമ്പൻസേഷൻ ആൻഡ് ലയബിലിറ്റി ആക്ട് in 1978, also known as the സൂപ്പർ ഫണ്ട് ആക്ട് ഇൻ റെസ്പോൺസ് ടു സച്ച് എൻവയറമെൻ്റൽ ഹസാർഡ്സ്. അപ്പോൾ ഇതുപോലെയുള്ള എൻവയറമെൻ്റൽ ഹസാർഡ്സ് ഉണ്ടായ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ലയബിലിറ്റി ആക്റ്റും അവിടെ നിർമ്മിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട്. സൈമൾട്ടേനിയസ്ലി എൻവയറമെൻറ്റ്, അതായത് ഗ്രീൻസ് ബിക്കം എ പൊളിറ്റിക്കൽ ഫോഴ്സ് ടു ബി റെക്കഗ്നൈസ്ഡ് വിത്ത് ഓൺ ദ യൂറോപ്യൻ കോണ്ടിനെൻറ്റ് ത്രൂ ആക്ടിവിസ്റ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അങ്ങനെ ക്രമേണ ഈ എൻവയറമെൻ്റൽ സ്റ്റഡീസ് വളരെ അത്യാവശ്യമുള്ള ഒന്നാണെന്ന് ഗവൺമെൻറ് തലത്തിൽ എല്ലാവർക്കും തന്നെ ബോധ്യപ്പെടാൻ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും. Linking classical sociological perspectives to the relation between nature and society. However, by the 1980s, due to the establishment of a global environmental change program, empirical research in the field of environment flourished. അതാണ്ട് 1980 ആയപ്പോൾ എൻവയറമെൻ്റൽ കുറിച്ചുള്ള റിസർച്ചുകൾ കൂടുതൽ വളരാൻ തുടങ്ങി. അൺലൈക്ക് ബ്രിട്ടൻ, ഇൻ നെതർലാൻഡ് റിസർച്ച് ഇൻ എൻവയറമെൻ്റൽ സോഷ്യോളജി ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ലൈനാണ്. ബ്രിട്ടനെ പോലെയല്ല, നെതർലാൻഡിലാണെങ്കിൽ ഈ എൻവയറമെൻ്റൽ സോഷ്യോളജി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് കൊണ്ട് അഗ്രികൾച്ചർ ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്, അഗ്രികൾച്ചറും അതുപോലെ റിസ്ക് അസസ്മെൻറ്റും ഇതാണ് അവർ സ്റ്റഡിക്ക് ഏറ്റവും കൂടുതൽ സോഷ്യോളജിയിൽ
ഫോക്കസ് നൽകിയിരുന്നത്. ദെയർബൈ സെർച്ചിങ് ഫോർ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് ഇന്നുഡേഷൻ ആസ് 26% ഓഫ് നെതർലാൻഡ്സ് ലാൻഡ് ഏരിയ ഫോൾസ് ബിലോ സീ ലെവൽ. അപ്പോൾ അവിടെ എപ്പോഴും വെള്ളപ്പൊക്കം അല്ല മലവെള്ള പാച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതാണ്ട് 26%-ലധികം ലാൻഡും സീ ലെവലിന് താഴെയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളപ്പൊക്ക ഭീഷണികളൊക്കെ ഒത്തിരി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിനാശവും അതുപോലെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ എൻവയറമെന്റൽ സോഷ്യോളജി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചർ ആൻഡ് റിസ്ക് അസസ്മെന്റ്. അതിനാണ് അവരവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. Environmental sociology as a discipline established in the early 1990s in the East Japan's Korea. ഇപ്പോൾ ഈസ്റ്റ് ജപ്പാൻ, കൊറിയ ഈ ഭാഗങ്ങളിലൊക്കെ 1990-ലാണ് ഒരു ഡിസിപ്ലിനായിട്ട് എൻവയറമെന്റൽ സോഷ്യോളജി സ്റ്റാർട്ട് ചെയ്തത്. ഹവർ ഇൻ ജപ്പാൻ റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് എൻവയറമെന്റ് ഹാഡ് ബിഗൺ ഇൻ 1950s. ജപ്പാനിൽ റിസർച്ച് ഈ ഫീൽഡിൽ തുടങ്ങിയ 1950s-ലാണ്. സബ്സിക്വന്റ് ടു ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് മിനിമാത ഡിസീസ് ആസ് എ മാൻമെയ്ഡ് എൻവയറമെന്റൽ കാഷ്വാലിറ്റി. ഒരു മിനിമാത ഡിസീസ്, അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു അസുഖമാണ്. മനുഷ്യന്റെ ശ്രദ്ധക്കുറവ് മൂലം വന്ന ഒരു അസുഖമാണ്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അവിടെ സൃഷ്ടിച്ചത്. അപ്പോൾ വീണ്ടും അവരും ഈ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. 1992 ജാപ്പാനീസ് അസോസിയേഷൻ ഫോർ എൻവയറമെന്റൽ സോഷ്യോളജി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇപ്പൊ 92-ല് ജാപ്പാനീസ് അസോസിയേഷൻ ഓഫ് എൻവയറമെന്റൽ സോഷ്യോളജി എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഈവൻ ദോ ദ കൊറിയൻ അസോസിയേഷൻ ഫോർ എൻവയറമെന്റൽ സോഷ്യോളജി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2000, research in and teaching of the discipline of environmental sociology began in the early 1990s. 1990-ന്റെ ആരംഭഘട്ടത്തിൽ തന്നെ അവിടെ എൻവയറമെന്റൽ സോഷ്യോളജി പഠിപ്പിക്കാൻ ആരംഭിച്ചു. എന്നാൽ അതിൽ റിസർച്ച് ഒക്കെ തുടങ്ങിയതും എൻവയറമെന്റൽ സോഷ്യോളജി കൂടുതലായിട്ടൊരു അസോസിയേഷൻ പോലെ അവിടെ ആരംഭിച്ചത് 2000-ലാണ്. ഞാൻ അസുഖത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആ കോളത്തിൽ. മിനിമാത ഡിസീസസ്, അതിന്റെ സിംറ്റം, അതെങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നാണ് ആ കോളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നോക്കിക്കുക. അതുപോലെ ഈ 4 സെന്റൻസസ് ഇവിടെ ചെക്ക് യുവർ പ്രോഗ്രസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസസ് ആണ്. എൻവയറമെന്റൽ സോഷ്യോളജി ഇസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയറമെന്റ്. അതാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് വൺ, സം ഓഫ് ദ ഗ്ലെയറിംഗ് എൻവയറമെന്റൽ പ്രോബ്ലംസ് ആർ. അപ്പോൾ ഏറ്റവും ഭയങ്കര മോശമായിട്ടുള്ള എൻവയറമെന്റൽ പ്രോബ്ലംസ് മനുഷ്യൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ ഡിക്ലൈനിങ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് പൊല്യൂഷൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻവയറമെന്റൽ പ്രോബ്ലംസ് മെയിനായിട്ടുള്ളത്. പിന്നെ അടുത്തത് തേർഡ് സെന്റൻസിൽ ഡാഷ് ഈസ് ദ സസ്റ്റൈനബിൾ യൂസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ദ ബയോസ്ഫിയർ. ഇപ്പൊ ഡാഷ് എന്നുള്ള അവിടെ കൺസർവേഷൻ ഈസ് ദ sustainable use and proper manage of the biosphere. Research in environmental sociology in Netherlands focused on എന്തിലൊക്കെയാണ് ഇപ്പൊ തന്നെ പറഞ്ഞതേ ഉള്ളൂ, അഗ്രികൾച്ചർ ആൻഡ് റിസ്ക് അസസ്മെന്റ്. അതിലാണ് നെതർലാൻഡ് ഫോക്കസ് ചെയ്തിരുന്നത് സോഷ്യോളജിയിലെ റിസർച്ച് ഇൻ എൻവയറമെന്റൽ സോഷ്യോളജിയിലുള്ള റിസർച്ച് നെതർലാൻഡ് ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ ആൻഡ് റിസ്ക് അസസ്മെന്റ്. ഇനി കൺസെപ്ച്വലൈസേഷൻ ഓഫ് സൊസൈറ്റി എൻവയറമെന്റ് റിലേഷൻഷിപ്പ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഡിറൈവിങ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി എൻവയറമെന്റ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് എൻവയറമെന്റൽ സോഷ്യോളജി ഗിവൺ അബവ്. നേരത്തെ തന്നെ നമ്മൾ എൻവയറമെന്റ് എന്താണ്, സോഷ്യോളജി എന്താണ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ട് അതുകൊണ്ട് എൻവയറമെന്റൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആസ് എ സൊസൈറ്റൽ എൻവയറമെന്റൽ ഇന്ററാക്ഷൻസ്, അത് സൊസൈറ്റിയിൽ എൻവയറമെന്റൽ ഇന്ററാക്ഷൻസ് ആണ് ഈ എൻവയറമെന്റൽ സോഷ്യോളജിയിൽ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇൻക്ലൂഡ്സ് ദ വേസ് ഇൻ വിച്ച് ഹ്യൂമൻ ആക്ഷൻസ് ഇൻ ദ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ദ എൻവയറമെന്റ്. അപ്പൊ അതിൽ പ്രത്യേകം പറയുന്നത് ദ വേസ് ഇൻ വിച്ച് ഹ്യൂമൻ ആക്ഷൻസ് ഇൻ ദ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ദ എൻവയറമെന്റ്. അപ്പൊ ഹ്യൂമൻ ആക്ഷൻസ്, സൊസൈറ്റിയിലുള്ള മനുഷ്യന്റെ പ്രവൃത്തികൾ എൻവയറമെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ the environment modified as a consequence of human actions influence the society.
അപ്പോൾ ഈ ഹ്യൂമൻ ആക്ഷൻസ് സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട്, അല്ലെങ്കിൽ ആ എൻവയറമെൻറ്റിനെ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട്, അതിൻ്റെ അനന്തരഫലമായിട്ട് എൻവയറമെൻറ്റ് തന്നെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെസിപ്രോക്കലി തിരിച്ചും എൻവയറമെൻറ്റിൻ്റെ പ്രവർത്തനം മൂലം സൊസൈറ്റിക്ക് മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ സൊസൈറ്റിയുടെ പ്രവർത്തനം മൂലം എൻവയറമെൻറ്റും മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ദിസ് റിലേഷൻഷിപ്പ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ മാനർ ഇൻ വിച്ച് സച്ച് ഇൻ്ററാക്ഷൻസ് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആൻഡ് ആക്റ്റഡ് അപ്പോൺ. ഹവർ ദീസ് ഇൻ്ററാക്ഷൻസ് ഗെയിൻ സിഗ്നിഫിക്കൻസ് ഡ്യൂ ടു ദ വാല്യൂ ഓഫ് ബയോഫിസിക്കൽ എൻവയറമെൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് ഹ്യൂമൻ കൈൻഡ്. അപ്പോൾ ഈ ഇൻ്ററാക്ഷൻ്റെ പരിണത ഫലമായിട്ട് ബയോഫിസിക്കൽ എൻവയറമെൻറ്റ് മനുഷ്യൻ്റെ നിലനിൽപ്പിന്, മാനവരാശിയുടെ നിലനിൽപ്പിന് സഹായപ്രദമാകുന്നു. ദിസ് നെസസിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബയോഫിസിക്കൽ എൻവയറമെൻറ്റ് ആൻഡ് സൊസൈറ്റി അണ്ടർഗോയിങ് എ കണ്ടിന്യൂസ് ചേഞ്ച് ഡ്യൂ ടു ഇമ്പെരറ്റീവ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പൊ ഈ ഇന്ററാക്ഷൻസ്, ഈ പരസ്പരം ബയോഫിസിക്കൽ എൻവയറമെന്റ് സൊസൈറ്റിയും തമ്മിലുള്ള, അതായത് ഭൗതിക പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള ആ ഇന്ററാക്ഷൻസ് അതിങ്ങനെ തുടർച്ചയായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ഇമ്പെരറ്റീവ് ഓഫ് ഡെവലപ്മെന്റ്, അത് ഈ രണ്ടു കൂട്ടരുടെയും ഡെവലപ്മെന്റിനും സഹായപ്രദമാണ്. ഇനി ഹ്യൂമൻ എക്കോളജി മോഡൽ. ദ ഹ്യൂമൻ എക്കോളജി മോഡൽ ഗിവൺ ബൈ റോബർട്ട് ടി പാർക്ക് ഇൻ 1920s. ഈ മോഡല് കുറിച്ച് എഴുതിയിട്ടുള്ളത് ഈ പാർക്കാണ്, റോബർട്ട് ടി പാർക്ക്. 1920 ഹ്യൂമൻ എക്കോളജി മോഡൽ തന്നിരിക്കുന്നത്. ഇറ്റ് ബോറോസ് എ സീരീസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഫ്രം ദ ബയോഫിസിക്കൽ എൻവയറമെന്റ് ഗിവൺ ബൈ ചാൾസ് ഡാർവിൻ ആൻഡ് അതർ നാച്ചുറലിസ്റ്റ്. ചാൾസ് ഡാർവിനും അതുപോലെ മറ്റ് നാച്ചുറലിസ്റ്റുകൾ, പ്രകൃതിവാദികളും തന്നിട്ടുള്ള ആ ഐഡിയാസിനെ നോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഹ്യൂമൻ എക്കോളജി മോഡലാണ് റോബർട്ട് ടി പാർക്ക് തന്നിട്ടുള്ളത് 1920. പാർക്ക് ഡിറൈവ്സ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഇന്റർറിലേഷൻ ആൻഡ് ഇന്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ നേച്ചർ. അപ്പൊ ഇതിൽ പാർക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ആ ഇന്റർറിലേഷൻസ് ബിറ്റ്വീൻ, ഇന്റർറിലേഷനും ഉണ്ട്, ഇന്റർഡിപ്പെൻഡൻസും ഉണ്ട്, പരസ്പര ഇടപെടലുകളും ഉണ്ട്, പരസ്പര ആശ്രിതവും ഉണ്ട്. ഇന്റർറിലേഷൻ പരസ്പര ബന്ധവും ഉണ്ട്, അതുപോലെ പരസ്പരം ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തമ്മിലാണ്? ഈ നേച്ചറിൽ, പ്രകൃതിയിലുള്ള പ്ലാന്റ്സും അതുപോലെ ആനിമൽസും, ജീവജാലങ്ങളും അതുപോലെ അവിടെയുള്ള പ്ലാന്റ്സും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ റിലേറ്റഡ് ടു ഇറ്റ്സ് ഇന്റർ റിലേഷൻസ് ആൻഡ് ഇന്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ഹ്യൂമൻ സൊസൈറ്റി. മാനവ സമുദായത്തിൽ, അതായത് ഹ്യൂമൻ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസും കമ്മ്യൂണിറ്റീസും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ അതുപോലെ തന്നെ പ്ലാന്റ്സും ആനിമൽസും പ്രകൃതിയിലും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ഡാർവിനൊക്കെ പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ പാർക്കും ഡിറൈവ് ചെയ്തത്. ഹി ബിഗിൻസ് വിത്ത് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് വെബ് ഓഫ് ലൈഫ്. വെബ് ഓഫ് ലൈഫ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷനിൽ കൂടിയാണ് അദ്ദേഹം ഇത് കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. എസ്റ്റാബ്ലിഷിങ് എ ബയോട്ടിക് ബാലൻസ് ഓർ എക്കോളജിക്കൽ ബാലൻസ്. അപ്പോൾ ഇവിടെ പ്രകൃതിയിൽ ഒരു ബയോട്ടിക് ബാലൻസും അതുപോലെ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഇതുമൂലം ഈ പരസ്പര ബന്ധുത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ പരസ്പര ആശ്രിതത്വത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ഈക്വിലിബ്രിയം ഇൻ ദ നാച്ചുറൽ സിസ്റ്റം. അപ്പൊ ഈ ബയോട്ടിക് ബാലൻസ് അല്ലെങ്കിൽ എക്കോളജിക്കൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നേച്ചറിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ വളരെയധികം സഹായപ്രദമാണെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഈ പാർക്ക്. ഹി യൂസസ് ദ മെറ്റഫർ ഓഫ് ബയോട്ടിക് ബാലൻസ് ടു എക്സ്പ്ലെയിൻ സോഷ്യൽ ഇക്വിലിബ്രിയം ഇൻ ദ ഹ്യൂമൻ സൊസൈറ്റി. അപ്പൊ അദ്ദേഹം ഈ ബയോട്ടിക് ബാലൻസ് എന്നുള്ള ആ ഉപമ ഇവിടെ എടുത്തത്, ആ ദൃഷ്ടാന്തം പറഞ്ഞത് ടു എക്സ്പ്ലെയിൻ സോഷ്യൽ ഈക്വിലിബ്രിയം. സോഷ്യൽ ഈക്വിലിബ്രിയം, സാമൂഹിക സന്തുലിതാവസ്ഥ, ഹ്യൂമൻ സൊസൈറ്റിയിലുള്ള ആ സന്തുലിതാവസ്ഥനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രയോഗങ്ങളൊക്കെ യൂസ് ചെയ്തത്. എ
key principle of web of life is competition and struggle for survival. അപ്പോൾ ഒരു പ്രധാന തത്വം വെബ് ഓഫ് ലൈഫിലുള്ളത് ഒന്നില്ലെങ്കിൽ മത്സരം, അല്ലെങ്കിൽ ജീവിക്കാൻ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ. അതാണ് ഇവിടെ കാണിക്കുന്നത്. പ്രോസസ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഈക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നേച്ചർ ഓർ സൊസൈറ്റി. നേച്ചറിൽ, പ്രകൃതിയിലോ സൊസൈറ്റിയിലോ ഏതെങ്കിലും ഒരു ഈക്വിലിബ്രിയം, സന്തുലിതാവസ്ഥക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് തോന്നിയാൽ അപ്പം അത് ഇല്ലാതെയാക്കാനുള്ള കോമ്പറ്റീഷനും സ്ട്രഗിൾ ഫോർ സർവൈവലും സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഈ ഇതിനകത്ത് വെബ് ഓഫ് ലൈഫിൽ കൂടുതൽ കീ പ്രിൻസിപ്പിൾ, പ്രധാനപ്പെട്ട തത്വം. This disruption is overcome by the survivors finding their niches in the physical social environment, also through division of labor among different species in ecosystem, categories of people in the society. സൊസൈറ്റിയിൽ നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവന്നതും അവിടെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ എല്ലാ ജോലിക്കാരും വേണം. അതുകൊണ്ടാണ് ഡിവിഷൻ ഓഫ് ലേബർ വന്നത്. എല്ലാത്തരം ഒരുതരം ജോലിക്കാരെ കൊണ്ട് മാത്രം സൊസൈറ്റി നിലനിന്ന് പോകില്ല. അത് ബാലൻസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ എന്തൊക്കെ ജോലിക്കാരെ ആവശ്യമുണ്ട് ആ വിഭാഗങ്ങൾ എല്ലാം സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതേപോലെ ഒരു തത്വമാണ് പ്രകൃതിയിലും ഉള്ളത്. ഇൻ ദ ഹ്യൂമൻ സൊസൈറ്റി ദ ഡിസീക്വിലിബ്രിയം ഈസ് യൂഷ്വലി ഡ്യൂ ടു ഫാമിൻ, ഡിസീസ്, വാർ, excessive urban development and industrial pollution, which artificially breaks the chain of web of life in the social environment. അപ്പോൾ ഇവിടെ ഇൻ ദ ഹ്യൂമൻ സൊസൈറ്റി അവിടെ ഡിസീക്വിലിബ്രിയം ഉണ്ടാക്കുന്ന സാധാരണ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാമിൻ, ക്ഷാമം, ഡിസീസ്, അസുഖങ്ങൾ, വാറ്, എക്സസീവ് അർബൻ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രീരിയൽ പൊല്യൂഷൻ, ഇവ കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് ഹ്യൂമൻ സൊസൈറ്റിയിൽ ഡിസീക്വിലിബ്രിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഹവർ ഹി ബിലീവ്ഡ് ദാറ്റ് such changes had the capacity to give a new and often superior direction to the future course of events, forcing adaptation, change and new equilibrium. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരു പുതിയ ഡയറക്ഷനിൽ കൂടിയുള്ള ഒരു ഇവൻറ്റ്സ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുമൂലം ഒരു പുതിയ ചേഞ്ച്, പുതിയ ഈക്വിലിബ്രിയവും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഈവൻ ദോ പാർക്ക് ഐഡന്റിഫൈ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ എൻവയറമെന്റ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി, യെറ്റ് ഹി അക്നോളജ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ എക്കോളജി ആൻഡ് ബയോഫിസിക്കൽ എക്കോളജി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫിസിക്കൽ എൻവയറമെന്റും ഹ്യൂമൻ സൊസൈറ്റിയും തമ്മിൽ വളരെയേറെ സാമ്യതയുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഈ സാമ്യതക്കൊപ്പം തന്നെ അവിടെ ഡിഫറൻസസും ഉണ്ടെന്ന്. സിമിലാരിറ്റി ഉണ്ട്, അതുപോലെ ഡിസിമിലാരിറ്റിയും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, ബയോഫിസിക്കൽ എക്കോളജിയും എക്കോളജിയും തമ്മിൽ. അക്കോർഡിംഗ് ടു ഹിം ദ മെയിൻ ഡിഫറൻസ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഹ്യൂമൻ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് അറ്റ് 2 ലെവൽസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ കാരണം ഹ്യൂമൻ സൊസൈറ്റി 2 ലെവലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബയോട്ടിക് ആൻഡ് കൾച്ചറൽ, ആ 2 ലെവൽസാണ്. ബയോട്ടിക്കും അതുപോലെ ജീവനുള്ളതും, അതുപോലെ കൾച്ചറൽ, ബയോട്ടിക് ആൻഡ് കൾച്ചറായിട്ട് ബന്ധപ്പെട്ടതും. വേറാസ് ദ നാച്ചുറൽ എൻവയറമെന്റ് ഈസ് ഓർഗനൈസ്ഡ് അറ്റ് അനദർ സെറ്റ് ഓഫ് 2 ലെവൽസ്. പക്ഷെ നാച്ചുറൽ എൻവയറമെന്റ് ഡിവൈഡ് ചെയ്തേക്കുന്നത് വേറൊരു രീതിയിലാണ്. ബയോട്ടിക് ആൻഡ് അബിയോട്ടിക് ആണ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, മറ്റത് ജീവൻ ഇല്ലാത്ത. അങ്ങനെയാണ് നാച്ചുറൽ എൻവയറമെന്റിനെ ഡിവൈഡ് ചെയ്തേക്കണമെങ്കിൽ ഹ്യൂമൻ എൻവയറമെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ ഡിവൈഡ് ചെയ്തേക്കണം. ഹ്യൂമൻ സൊസൈറ്റി ഓർഗനൈസ് ചെയ്തേക്കണം 2 ലെവൽസ് എന്ന് പറഞ്ഞാൽ ബയോട്ടിക് ആൻഡ് കൾച്ചറൽ ലെവൽ. അതുപോലെ തന്നെ നാച്ചുറൽ എൻവയറമെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബയോട്ടിക് ആൻഡ് അബിയോട്ടിക്, അങ്ങനെയാണ്. ദെയർഫോർ കൾച്ചർ ആൻഡ് ഇറ്റ്സ് അറ്റൻഡന്റ് ഫീച്ചേഴ്സ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ നോട്ട് ഓൺലി ഡിസ്റ്റിങ്വിഷിംഗ് സൊസൈറ്റി ഫ്രം ഫിസിക്കൽ എൻവയറമെന്റ് ബട്ട് ഓൾസോ ബിക്കം ദ കോണ്ടെക്സ്റ്റ് ഫോർ ഹ്യൂമൻ മാസ്റ്ററി ഓവർ നേച്ചർ ആൻഡ് സെറ്റിംഗ് ഇൻ മോഷൻ എക്കോളജിക്കൽ ഡിപ്രഡേഷൻസ് ഒക്കെ. അപ്പോൾ ഇവിടെ ഈ ഹ്യൂമൻ സൊസൈറ്റീനെ ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ബയോട്ടിക് ആൻഡ് കൾച്ചർ. അപ്പോൾ അതുപോലെ കൾച്ചർ നിശ്ചയിക്കുന്നത് സൊസൈറ്റി ഏത് ഡയറക്ഷനിൽ കൂടി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. അപ്പം ഇത് നേച്ചറിനെ, പ്രകൃതിയെ കീഴടക്കാനും അവന് അനുകൂലമായിട്ട് കൊണ്ടുപോകാനും ഉള്ള ശ്രമങ്ങളും അവൻ അതിൽ കൂടി നടത്തുന്നുണ്ട്. ആൻഡ് സെറ്റിംഗ് ഇൻ മോഷൻ എക്കോളജിക്കൽ ഡിപ്രിഡേഷൻസ്, അതുമൂലം ചില എക്കോളജിക്കൽ ഡിപ്രിഡിയേഷൻസും ഇവിടെ സംഭവിക്കാറുണ്ടെന്ന്.
ഇനി സൊസൈറ്റി എൻവയറമെന്റ് ആൻഡ് ഇന്ററാക്ഷൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എനൗൺസിയേഷൻ ഓഫ് സൊസൈറ്റി എൻവയറമെന്റ് ഇന്ററാക്ഷൻ ഈസ് ഡബ്ല്യു കോട്ടൺ ആൻഡ് ആർ ഡൗൺലെറ്റ്സ് മോഡൽ. അവരുടെ മോഡലാണ് ഇത്. 3 കോമ്പറ്റിംഗ് ഫങ്ഷൻസ് ഓഫ് ദ എൻവയറമെന്റ് വിച്ച് സെർവ്സ് ദ ഹ്യൂമൻ സൊസൈറ്റി. 3 കോമ്പറ്റിംഗ് ഫങ്ഷൻസ്, 3 കോമ്പറ്റിംഗ് ഫങ്ഷൻസ് ഓഫ് ദ എൻവയറമെന്റ്. എൻവയറമെന്റിന്റെ 3 കോമ്പറ്റിംഗ് ഫങ്ഷൻസ് എന്താണെന്നാണ് ഈ മോഡലിൽ പറയുന്നത്. വിച്ച് സെർവ്സ് ദ ഹ്യൂമൻ സൊസൈറ്റി. അത് ഹ്യൂമൻ സൊസൈറ്റീനെ സേവ് ചെയ്യാൻ യൂസ് ചെയ്യണ 3 കോമ്പറ്റിംഗ് ഫങ്ഷൻസ് അത് ഏതൊക്കെയാണെന്നാണ് ഈ ഇതിൽ കൂടെ പറയണത്. ഫസ്റ്റ്, അത് ആ 3 കോമ്പറ്റിംഗ് ഫങ്ഷൻസിൽ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ദ എൻവയറമെന്റ് പ്രൊവൈഡ്സ് ദ സസ്റ്റൻസ് ബേസ് ഓർ ആക്ട്സ് ആസ് ദ സപ്ലൈ റിപ്പോർട്ട് ഫോർ ഹ്യൂമൻ സൊസൈറ്റീസ്. ഹ്യൂമൻ സൊസൈറ്റിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ബേസ് ആയിട്ടാണ് എൻവയറമെന്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഹ്യൂമൻ നീഡ്സ് എയർ, വാട്ടർ, ഫുഡ്, ഫോറസ്റ്റ്, ഫ്യൂൾസ്, മാനുഫാക്ചർ മെനി അതർ ആർട്ടിക്കിൾസ് ഫോർ കൺസപ്ഷൻ ഫോർ ദെയർ സസ്റ്റൻസസ്. അപ്പൊ മനുഷ്യന് അവന്റെ നിലനിൽപ്പിന് വേണ്ടി എയർ വേണം, വാട്ടർ, ഫുഡ്, ഫോറസ്റ്റ്, ഫ്യൂൾസ്, ഇതെല്ലാം വേണം. ഈ ആർട്ടിക്കിൾസ് ഒക്കെ അവന് കിട്ടുന്നത് പ്രകൃതിയിൽ നിന്നാണ്, എൻവയറമെന്റിൽ നിന്നാണ്. എൻവയറമെന്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ദീസ് റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നശിപ്പിച്ചു കഴിഞ്ഞാലും വീണ്ടും ഉണ്ടാക്കാൻ പറ്റണത്. ഫോറസ്റ്റ്, ഇപ്പൊ ഫോറസ്റ്റിൽ മരങ്ങൾ നശിപ്പിച്ചാൽ വീണ്ടും വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അതാണ് റിന്യൂവബിൾ എന്ന് പറയുന്നത്, റിന്യൂവബിൾ സോഴ്സസ്. എൻവയറമെന്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ദീസ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂൾസ് ഒക്കെ, ഇന്ധനങ്ങളൊക്കെ, ജൈവ ഇന്ധനങ്ങൾ, അത് നശിച്ചു പോയാൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതും നാച്ചുറൽ റിസോഴ്സസ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങളും മനുഷ്യന് വേണ്ടത് എപ്പോഴും പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്, എൻവയറമെന്റിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്. അതൊക്കെ റിന്യൂവബിൾ ആൻഡ് റിന്യൂവബിൾ resources. However, when we use resources faster than the environment can supply them, എൻവയറമെന്റ് ആവശ്യം അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ സപ്ലൈക്കും അതീതമായിട്ട് അതിനും മേലെ നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി ക്രിയേറ്റ് റിസോഴ്സ് ഷോർട്ടേജ് ഓർ സ്കാസിറ്റീസ്. അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ, തരുന്നതിലും കൂടുതൽ നമ്മൾ പ്രകൃതി നമുക്ക് നൽകുന്ന ആ ഇന്ധനങ്ങളും അതുപോലെയുള്ള റിന്യൂവബിൾ സംഗതികളും എല്ലാം, റിസോഴ്സസ് എല്ലാം നമ്മൾ അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ റിസോഴ്സിന്റെ ഷോർട്ടേജും കുറവുകളും ഒക്കെ പിന്നീട് ഇവിടെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഫങ്ഷൻ, സെക്കൻഡ് എൻവയറമെന്റ് പ്രൊവൈഡ്സ് ദ ലിവിങ് സ്പേസ് ഓർ ഹാബിറ്റന്റ് ഫോർ ഹ്യൂമൻ സൊസൈറ്റീസ് ടു എക്സിസ്റ്റ്. ഹ്യൂമൻ സൊസൈറ്റിക്ക് നിലനിൽക്കാൻ വേണ്ട താമസ സൗകര്യങ്ങൾ, ലിവിങ് സ്പേസ് ഒക്കെ നൽകുന്നത് എൻവയറമെന്റ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് us with our home, വർക്ക് സ്പേസ്, പ്ലേ ഗ്രൗണ്ട്സ്, ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്. അപ്പൊ നമുക്ക് വേണ്ട വീട് വെക്കാനുള്ള സ്ഥലം, അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ, പ്ലേ ഗ്രൗണ്ട്സ്, ട്രാവൽ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഇതിനു വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ എൻവയറമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യണം. ഇൻ അതർ വേർഡ്സ്, ഓൾ ദ എസെൻഷ്യൽസ് ഓഫ് അവർ ഡെയിലി ലൈഫ്, നമ്മളുടെ ജീവിതത്തിൽ വേണ്ട മിക്കവാറും എല്ലാ സംഗതികളും നമുക്ക് എൻവയറമെന്റിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഹവർ ഓവർ യൂസ് ഓഫ് ദിസ് ഫങ്ഷൻ റിസൾട്ട്സ് ഇൻ ഓവർ ക്രൗഡിങ് ആൻഡ് കൺജഷൻ. പക്ഷെ ഇവിടെ ഇതിന്റെ ഓവർ യൂസ് അവിടെ ഓവർ ക്രൗഡിങ്ങും കൺജഷനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുക, അപ്പൊ അതുമൂലം ശ്വാസമുട്ടലുകൾ അനുഭവിക്കുക, അതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാനൊക്കെ വഴിതെളിക്കും. ഇറ്റ് ഓൾസോ ഇംപിഞ്ചസ് ഓൺ ദ എബിലിറ്റി ഓഫ് ദ എൻവയറമെന്റ് ടു സസ്റ്റെയിൻ അതർ സ്പെസീസ്. അപ്പൊ ഇറ്റ് ഓൾസോ ഇംപിഞ്ചസ് ഓൺ ദ എബിലിറ്റി ഓഫ് ദ എൻവയറമെന്റ് ടു സസ്റ്റെയിൻ അതർ സ്പെസീസസ്. അതുപോലെ തന്നെ മറ്റ് സ്പെസീസിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെ ഒരവസ്ഥയും ഈ ഉപയോഗം കൊണ്ട് വന്നു ചേരും. ഇനി തേർഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, തേർഡ്, ദ എൻവയറമെന്റ് ഓൾസോ ഫങ്ഷൻസ് ആസ് എ സിങ്ക് ഓർ വേസ്റ്റ് റെപ്പോസിറ്ററി. അപ്പൊ ഈ എൻവയറമെന്റ് ഒരു സിങ്ക് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് റെപ്പോസിറ്ററി ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ ദ പ്രോസസ് ഓഫ് ലിവിങ് ആൻഡ് കൺസ്യൂമിങ് ദ വേരിയസ് റിസോഴ്സസ് പ്രൊവൈഡഡ് ബൈ ദ എൻവയറമെന്റ്. എൻവയറമെന്റ് നൽകുന്ന പല റിസോഴ്സസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗം കഴിഞ്ഞിട്ട് ഒത്തിരി വേസ്റ്റും ആക്കുന്നുണ്ട്. ഹ്യൂമൻ പ്രൊഡ്യൂസസ് വാസ്റ്റ് ക്വാണ്ടിറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ്. മാനവരാശിയാണെങ്കിൽ ധാരാളം
വെറൈറ്റീസ് ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം ഇത് എല്ലാം എല്ലാം സ്വീകരിക്കുന്നത് എൻവയോൺമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് ഒരു സിങ്ക് പോലെ, ഒരു വേസ്റ്റ് ഡെപ്പോസിറ്ററി പോലെയാണ് പ്രവർത്തിക്കുന്നത്. എൻവയോൺമെന്റ് then acts as a sink or waste repository for these wastes, either absorbing or recycling them. അപ്പൊ ഈ വേസ്റ്റ് സ്വീകരിക്കുന്ന ഒരു സ്ഥലമായിട്ട്, അല്ലെങ്കിൽ ഇത് വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആയിട്ട് മാറ്റി നടത്തുന്ന ഒരു പ്രോസസ്സായിട്ട് ഇവിടെ അത് ചെയ്യപ്പെടുന്നുണ്ട്. വെൻ ട്രീസ് അബ്സോർവ്, അതിന് ഉദാഹരണമാണ് ട്രീസ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് പ്രൊഡ്യൂസ് ഓക്സിജൻ. ട്രീസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടും. അപ്പം അത് ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഹവർ മോഡേൺ സൊസൈറ്റീസ് വിച്ച് ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ജനറേറ്റ് മോർ വേസ്റ്റ് ദാൻ ദ എൻവയറമെന്റ് ക്യാൻ അബ്സോർവ് ഓർ റീസൈക്കിൾ. പക്ഷേ ഈ മോഡേൺ സൊസൈറ്റി ഒത്തിരി വേസ്റ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് അബ്സോർവ് ചെയ്യാനോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനോ എൻവയറമെന്റിന് പറ്റാതെ വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദെയർബൈ റിസൾട്ടിങ് ഇൻ വേരിയസ് കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻ. അപ്പോഴാണ് പല രീതിയിലുള്ള പൊല്യൂഷൻ ഉണ്ടാകുക. അത് ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അതുപോലെയുള്ള മറ്റു പൊല്യൂഷൻസ് ഒക്കെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടും. അപ്പോൾ ഫർദർ മോർ വിത്ത് ദ അഡ്വാൻസ്മെന്റ് ഓഫ് സിവിലൈസേഷൻ ഈച്ച് ഓഫ് ദ 3 functions ഓഫ് ദ എൻവയറമെന്റ് കമ്പീറ്റ് ഫോർ സ്പേസ് ടു എക്സ്പാൻഡ് ദെയർ ആക്ടിവിറ്റീസ്. ഇനി കൂടുതലായിട്ട് പിന്നെയും ഇപ്പൊ ഈ 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് പലപ്പോഴും എൻവയറമെന്റ് കമ്പീറ്റ് ഫോർ സ്പേസ് ടു എക്സ്പാൻഡ് ദെയർ ആക്ടിവിറ്റീസ്. മനുഷ്യൻ പുതിയ പുതിയ അവന്റെ സംസ്കാരങ്ങൾ വലുതാകും തോറും അവൻ കൂടുതൽ പ്രവർത്തികളിൽ വ്യാപൃതനാകുമ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യും. അതും ഈ എൻവയറമെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ വഴിതെളിക്കും. Such a competition is especially obvious in conflicts between the living space and waste repository functions. അപ്പോൾ ഈ ലിവിങ് സ്പേസും വേസ്റ്റ് റെപ്പോസിറ്ററി ഫങ്ഷൻസും തമ്മിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വഴി തെളിക്കും. യൂസിങ് ആൻ ഏരിയ ഫോർ എ വേസ്റ്റ് സൈറ്റ് യൂഷ്വലി മേക്സ് ഇറ്റ് അൺസ്യൂട്ടബിൾ ഫോർ ലിവിങ്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു പ്രത്യേക സ്ഥലം, ഒരു വേസ്റ്റ് ഏരിയ തന്നെ, വേസ്റ്റ് ഡംപ് ചെയ്യാൻ ഒരു ഏരിയ നൽകും. അപ്പോൾ ആ ഏരിയ ആണെങ്കിൽ പിന്നെ അവിടെ ജനവാസം ആ പരിസരത്തെങ്ങും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടും. യൂസിങ് ആൻ ഏരിയ ഫോർ എ വേസ്റ്റ് സൈറ്റ് യൂഷ്വലി മേക്സ് ഇറ്റ് അൺസ്യൂട്ടബിൾ ഫോർ ലിവിങ്. ഫോർ ഇൻസ്റ്റൻസ് ദ ലവ് കനാൽ ഡിബേക്ക്. അതിന് ഒരു എക്സാമ്പിൾ ആണ് നേരത്തെ കോളത്തിൽ തന്ന ലവ് കനാൽ ഡിബേക്കിൽ. സിമിലർലി ഇൻക്രീസിംഗ് urbanization create more living space for people, but the land can no longer be used as a sustenance base for humans or wildlife. In recent years, competitions and conflict among the 3 competing functions of the environment has grown considerably. അപ്പോൾ ഈ 3 ഫങ്ഷൻസിനും എതിരായിട്ടുള്ള കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷൻസും ഒക്കെ എന്നും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾസോ വെൻ ഹ്യൂമൻ സൊസൈറ്റീസ് overuse their biophysical environment's ability to fulfill these 3 functions, environmental problems, disruptions in the form of pollution, resource scarcities and overpopulation results. അപ്പോൾ ഈ 3 തരം ഫങ്ഷൻസിന് വിപരീതമായിട്ട് മനുഷ്യൻ അവന്റെ പ്രവൃത്തി മൂലം എൻവയറമെന്റിൽ കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് എൻവയറമെന്റിനെ തന്നെ നശിപ്പിക്കാനും പലതരം പ്രോബ്ലംസ്, കൂടുതൽ പ്രശ്നങ്ങൾ മനുഷ്യൻ നേരിടേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് പൊല്യൂഷൻ, റിസോഴ്സ് സ്കാർസിറ്റീസ്, സാധനങ്ങളുടെ കുറവ്, അതുപോലെ ഓവർ പോപ്പുലേഷൻ, ഇതൊക്കെ ഇതിൻ്റെ റിസൾട്ടായിട്ട് വരും. ഇനി സൊസൈറ്റി എൻവയറമെന്റ് ഡയലക്റ്റിക്, ഇനി വേറെ ഒരു ഡയലക്റ്റിക് ആണ് സൊസൈറ്റി എൻവയറമെന്റ് ഡയലക്റ്റിക്. വിത്ത് the increase in environmental problem coming to public attention in the 1970s, a need to examine the structural relationship between societal organization, physical environment came for in the discipline of environmental sociology. A groundbreaking study by Alan Sheinberg, Sociosynthesis of the Societal Environmental Dialectic. അപ്പോൾ അവിടെ പറയുന്നത് the role of distributional impacts. ലേഖനത്തിന്റെ പേരാണ് ടു അഡ്രസ് ദ ഇഷ്യൂ ലെഡ് ടു ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് എൻവയറമെന്റ്. എൻവയറമെന്റും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കുകയാണത്. ടു ദ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എക്സസീവ് എക്സ്ട്രാക്ട് demands from the natural surroundings and the consequent environmental degradation which followed. അപ്പോൾ 3 കാര്യം, this approach examines
ദിസ് ഡയലക്റ്റിക് പ്രോസസ്സ് 3 രീതിയിലുള്ള കാണിക്കുന്നുണ്ട്. എക്കണോമിക് എക്സ്പാൻഷൻ ഓഫ് സൊസൈറ്റിയുടെ എക്കണോമിക് എക്സ്പാൻഷൻ നെസസറിലി റിക്വയർസ് ഇൻക്രീസ് എൻവയറമെന്റൽ എക്സ്ട്രാക്ഷൻ. അപ്പൊ സൊസൈറ്റിയിലെ എക്കണോമിക് എക്സ്പാൻഷൻ, സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ അതോടൊപ്പം എൻവയറമെന്റൽ എക്സ്ട്രാക്ഷനും അതോടുകൂടി കൂടിക്കൂടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് എൻവയറമെന്റൽ എക്സ്ട്രാക്ഷൻ ഇന്നോവേറ്റീവ്ലി ലീഡ് ടു എക്കോളജിക്കൽ പ്രോബ്ലംസ്. അപ്പൊ പരിധിക്ക് അപ്പുറമായിട്ടുള്ള എൻവയറമെന്റൽ എക്സ്ട്രാക്ഷൻ, പ്രകൃതിനെ ചൂഷണം ചെയ്യുന്ന, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന, ആ ഖനനം ചെയ്യുന്ന ആ രീതി വളർന്നു വലുതാവുമ്പോൾ അത് എക്കോളജിക്കൽ പ്രോബ്ലംസ് തന്നെ സൃഷ്ടിക്കും. റേഞ്ചിങ് ഫ്രം ദ ഡിസോർഗനൈസേഷൻ ഓഫ് നാച്ചുറൽ ബയോട്ടിക് സിസ്റ്റം ടു ദ ഡിപ്ലിയേഷൻ ഓഫ് ഫിക്സ്ഡ് റിസോഴ്സസിന്റെ കുറവ്, അതുപോലെ നാച്ചുറൽ ബയോട്ടിക്കൽ സിസ്റ്റത്തിനൊക്കെ നാശം, ഇതൊക്കെ ഇതിന്റെ ഫലമായിട്ടുണ്ടാവും ഈ എൻവയറമെന്റൽ എക്സ്ട്രാക്ഷൻസ് കൂടുമ്പോൾ. ദീസ് എക്കോളജിക്കൽ പ്രോബ്ലം പോസ് പൊട്ടൻഷ്യൽ റെസ്ട്രിക്ഷൻസ് ഓൺ ഫർദർ എക്കണോമിക് എക്സ്പാൻഷൻ. അപ്പൊ ഈ എക്കോളജിക്കൽ പ്രോബ്ലം അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും അവിടെ ഒരു തടസ്സം വരും. എന്തിനാണ്? ഫർദർ എക്കണോമിക് എക്സ്പാൻഷന് വീണ്ടും തടസ്സങ്ങൾ സംഭവിക്കും. അതാണ് ഈ ഡയലക്റ്റിക് ആയിട്ടുള്ള ചിന്താഗതികൾ ഇവിടുത്തെ. ഇനി അടുത്തത് എൻവയറമെന്റൽ predicament. Some of the potential threats to sustainability have been enumerated as. അപ്പൊ ഈ എൻവയറമെന്റിന്റെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ സ്ഥിരത, നിലനിൽപ്പിന് കുറേയധികം പ്രോബ്ലംസ് തരണം ചെയ്യേണ്ടതായിട്ട് വരും. പല പ്രശ്നങ്ങൾ ഈ എൻവയറമെന്റിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി മൂലം ഒത്തിരി പ്രോബ്ലംസ് എൻവയറമെന്റിന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ധാരാളം പല രീതിയിലും നമ്മുടെ എൻവയറമെന്റിന് ഒരു സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പില്ലാത്തൊരവസ്ഥ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സംഗതികൾ, പൊട്ടൻഷ്യൽ ത്രെറ്റ്സ് ടു സസ്റ്റൈനബിലിറ്റി ഹാവ് ബീൻ എന്യൂമറേറ്റഡ് ആസ് ഫോളോസ്. അപ്പൊ ഇവിടെ ആ സംഗതികൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. ഇതും ഒരു എസ്സേ ടൈപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഓരോ കാരണങ്ങൾ എടുത്തിട്ട് ഓരോ സംഗതികൾ, ഗ്ലോബൽ വാർമിങ്, അതുപോലെ ആസിഡ് റെയിൻ, ഇങ്ങനെ ഓരോ സംഗതികൾ എടുത്തിട്ട് ഷോർട്ട് നോട്ട്സിനും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സസ്റ്റൈനബിലിറ്റിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന വസ്തുതകളാണ്. ഫസ്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം is a consequence of rapid increase in carbon dioxide in the earth atmosphere produced by burning of fossil fuels. ഇതൊക്കെ വേണം ചെയ്യണത് വുഡ് ആൻഡ് ഫോറസ്റ്റ് ലാൻഡ്, ഇവിടെയൊക്കെ തീ പിടുത്തമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒത്തിരി കാർബൺ ഡയോക്സൈഡിന്റെ ആ റേറ്റ് ഒത്തിരി കൂടുകയും അതിന്റെ ഫലമായിട്ടാണ് ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ദിസ് ബിൽഡപ്പ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ ട്രാപ്സ് ദ സൺസ് ഹീറ്റ്, ഇൻക്രീസിംഗ്ലി റേസിംഗ് ദ ടെമ്പറേച്ചർ ഓൺ എർത്ത്. അപ്പൊ ഇത് മൂലം ഭൂമിയിലെ ടെമ്പറേച്ചർ വർദ്ധിക്കും. ദിസ് ഈസ് നോൺ ആസ് ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. കാർബൺ ഡയോക്സൈഡ് അക്കൗണ്ട്സ് ഫോർ ഓൺലി അബൌട്ട് ഹാഫ് ഓഫ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, carbons, ozone, soot or black carbon released by various process of human activity contribute as much or even more to the process of global warming. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം, ആ സ്ഥിതി കൂട്ടാനായിട്ട് ഈ കാരണങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു ഇതാണ് ഗ്ലോബൽ വാർമിംഗ്. പിന്നെ ഓസോൺ ഡിപ്ലിയേഷൻ, ഓസോണിന്റെ ശോഷണം. ഓസോൺ ഫോംസ് എ വിറ്റൽ ലെയർ ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഒരു നല്ല ലെയറായിട്ട് തന്നെ ഒരു നല്ല ഓസോൺ പാളിയാണ് നമ്മളെ സൂര്യന്റെ കഠിനമായിട്ടുള്ള ചൂടിൽ നിന്ന് ഭൂമിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിച്ച് പ്രൊട്ടക്ട്സ് ലൈഫ് ഓൺ എർത്ത് സർഫസ് ഫ്രം ദ ഹാർംഫുൾ എഫക്ട് ഓഫ് ദ സൺസ് അൾട്രാവയലന്റ് റേഡിയേഷൻ. സൂര്യന്റെ അൾട്രാവയലന്റ് റേഡിയേഷനിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു നല്ല പാളിയാണ് അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ. പക്ഷെ ഇനി അതിന് കേടുവന്നാൽ, അതിന് നാശം സംഭവിച്ച എക്സ്പോഷർ ടു അൾട്രാവയലന്റ് റേഡിയേഷൻ ക്യാൻ കോസ് സ്കിൻ ക്യാൻസർ. ആ ഓസോൺ പാളിക്ക് എന്തെങ്കിലും വീക്ക്നെസ് വന്നാൽ, അത് ഭൂമിയിലേക്ക് സൂര്യപ്രകാശം കൂടുതൽ ശക്തിയായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൾട്രാവയലന്റ് റേഡിയേഷൻ ക്യാൻ കോസ് സ്കിൻ ക്യാൻസർ, കാറ്ററൈറ്റ്സ് ഇൻ ദ ഐസ്, ഡാമേജ് ടു ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഡിസ്ട്രപ്ഷൻസ് ഇൻ ദ എക്കോസിസ്റ്റം. ഈ വക ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാക്കും, സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും,
കണ്ണിൽ കാറ്ററാക്സിൻ്റെ കുഴപ്പമുണ്ടാക്കും, ഡാമേജ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കും, അതുപോലെ ഡിസ്ട്രപ്ഷൻ ഇൻ ദ എക്കോസിസ്റ്റത്തിനും തന്നെ ആകെ നശിപ്പിക്കുന്ന ഒരവസ്ഥയായിട്ട് മാറും. ദെയർഫോർ ഓസോൺ ലെയർ ഫോംസ് എ പ്രൊട്ടക്റ്റീവ് കവറിങ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഫോർ ഓൾ ദ ലൈഫ് ഫോമിങ് ലിവിങ് ഓൺ ദ എർത്ത്. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഒരു കവറിങ് ആണ് ശരിക്കും ഈ ഓസോൺ ലെയർ. അതിനെന്തെങ്കിലും ശോഷണാവസ്ഥ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ താമസിക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെ ദൂഷ്യത സംഭവിക്കും. ഹവർ ക്ലോറോഫ്ലൂറോ കാർബൺസ് ജനറേറ്റഡ് ത്രോ റെഫ്രിജറേറ്റേഴ്സ് refrigerants, coolants used in refrigerator cars, air conditions, fire suppression systems in aircraft, and aerosols and other pollutant escape into the upper atmosphere and compromise the integrity of the ozone layer. Massive depletion of ozone layer as discovered by scientists in 1985 over the South Pole leads to the creation of ozone hole. ഇനി ചില സന്ദർഭങ്ങളിൽ ഓസോൺ ഹോൾസ് ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓസോൺ ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ ഈസ് ഓൾസോ ഫൗണ്ട് ഓവർ ദ നോർത്ത് പോൾ, ബട്ട് ടു എ സ്മോളർ എക്സ്റ്റെൻറ്റ്. മോസ്റ്റ് ഓഫ് worrisome is that area of high depletion might spread to heavily populated areas, leading to harmful consequences of exposure to ultraviolet light radiation. അപ്പോൾ അൾട്രാവയലന്റ് ലൈറ്റ് റേഡിയേഷനൊക്കെ ഇതുമൂലം സംഭവിക്കും. അതും വളരെ ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറും. പിന്നെ അടുത്തതാണ് സ്മോഗ് ഈസ് കോൺസിക്വൻസ് ഓഫ് എയർ പൊല്യൂഷൻ. സ്മോഗ് എന്ന് പറഞ്ഞാൽ പുകമഞ്ഞെന്നൊക്കെ പറയുന്നത് ഈസ് എ കോൺസിക്വൻസ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ഈ സ്മോഗ് എന്ന് പറഞ്ഞാൽ. അത് ദർ ആർ 2 വെറൈറ്റീസ് ഓഫ് സ്മോഗ് ഉണ്ടെന്നാണ് ഒന്ന് പ്രോട്ടോ കെമിക്കൽ സ്മോഗർ, പിന്നെ അടുത്തത് അപ്പം അത് ഫസ്റ്റ് വൺ പ്രോട്ടോ കെമിക്കൽ സ്മോഗർ. അതുപോലെ സെക്കൻഡ് വൈറ്റ് സ്മോക്ക് കോംപ്രൈസ്. അപ്പോൾ അത് ഫൈൻ പാർട്ടിക്കിൾസ് ആണ്, ഭയങ്കര ചെറുതായിട്ടുള്ള. ദീസ് പാർട്ടിക്കിൾസ് ആർ മൈക്രോസ്കോപ്പിക്, സ്മോളർ ദാൻ ദ ഡയമീറ്റർ ഓഫ് എ ഹ്യൂമൻ ഹെയർ. ഒരു ഹ്യൂമൻ ഹെയറിൻ്റെ ഡയമീറ്ററിനേക്കാളും കുറവ് ഡയമീറ്റർ ഉള്ളതാണ് ഈ മൈക്രോസ്കോപ്പിക് സ്മോക്ക് എന്നുള്ളത്. അത് വെച്ച് ഡീപ്ലി പെനിറേറ്റ് ദ ലങ് ടിഷ്യൂസ്. അത് ലങ് ടിഷ്യൂസിലേക്ക് കടന്നു കയറും. ഹാഫ് ഓഫ് ദിസ് പാർട്ടിക്കുലേറ്റ്സ് ആർ പ്രൈമർലി ഡസ്റ്റ് റിലീസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് പുവർ ഫ്യൂൾ കമ്പസ്റ്റൻ ഇൻ കാർസ്, ട്രക്സ്, പവർ പ്ലാന്റ്സ്, ട്രാഫിക് കൺസ്ട്രക്ഷൻ, ഔട്ട്ഡോർ ബേണിംഗ് ആൻഡ് വിൻഡ് എറോഷൻ ഫ്രം ഫാംസ്. ഇപ്പോൾ ഫാംസിൽ നിന്നൊക്കെ ഉള്ള അവിടത്തുള്ള വേസ്റ്റുകൾ കത്തിക്കുമ്പോൾ, അതുപോലെ വാഹനങ്ങൾ ഓടുമ്പോൾ ഉണ്ടാകുന്നത്, അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് വരുന്ന പൊടികൾ. അപ്പോൾ ഇതിലൊക്കെ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദ ഫൈൻ പാർട്ടിക്കിൾസ് അപ്പം ഇതെല്ലാം ശ്വസിച്ചു കഴിഞ്ഞാൽ പല മാരകമായിട്ടുള്ള രോഗങ്ങൾ വരാനായിട്ട് സാധ്യതകളാണ് വൈറ്റ് സ്മോഗൊക്കെ. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ഡീപ്ലി പെനിട്രേറ്റിംഗ് in the lung tissues, the fine particles decrease lung capacity, asthma, and increased heart attack rates, thereby multiplying premature deaths. ഇതൊക്കെ അതിൻ്റെ അനന്തര ഫലങ്ങളാണ്. അതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളാണ് ഈ ആസ്മ, അതുപോലെ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂട്ടുക, പ്രീമെച്ചുർ ഡെത്ത്സ് ഉണ്ടാക്കുക. ഇതിനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. പിന്നെ അടുത്ത വേറൊരു സംഗതിയാണ് ആസിഡ് റെയിൻ. Acid rain results when sulfur dioxide and nitrogen oxide emissions on the earth combine with water in the atmosphere. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ വാട്ടറുമായിട്ട് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ ഡയറക്ട്ലി ഡാമേജസ് പ്ലാന്റ് ടിഷ്യൂസ്, ലീച്ചിങ് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ ലീഡിങ് ടു ഡിക്രീസ് ഇൻ ക്രോപ്പ് പ്രൊഡക്ഷൻ, acidification of water bodies, resulting in sharp decline in the population of some varieties of fish, frogs, marine life, and even wildlife in the forest, as extensive signs of stress and dieback in many forests have been observed. അപ്പോൾ പലതരം ദൂഷ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കൃഷിക്ക്, ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക്, ഫിഷ്, ഫ്രോഗ്സ്, മറൈൻ ലൈഫ്, എല്ലാത്തിനും ഇത് ഈ ആസിഡ് റെയിൻ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. വേരിയസ് സ്റ്റഡീസ് ഹാവ് ഓൾസോ കൊറോബറേറ്റഡ് ടു
increase in percentage of defoliation rates of trees in some Chinese forests up to 40%. Despite efforts to curb nitrogen emission in various parts of the world, acid rain continues to be worrying phenomenon. Acid rain ഇപ്പോഴും ഒരു worrying phenomena ആയിട്ട് മനുഷ്യനെ വിഷമിപ്പിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതർ എക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷൻസ്, ഇത് കൂടാണ്ട് പല എക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് സോയിൽ എറോഷൻ, മണ്ണൊലിപ്പ്, അതുപോലെ സാലിനൈസേഷൻ ആൻഡ് വാട്ടർ ലോഗിങ്. ഇതൊക്കെ വായിച്ചെടുക്കണം കേട്ടോ, എല്ലാം ഈ ഷോർട്ട് നോട്ടിനും വരാം. അതല്ല പേരുകൾ മാത്രം കൊടുക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കുക. എക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷൻസിലുള്ളത് ഒന്ന് സോയിൽ എറോഷൻ, അത് മണ്ണൊലിപ്പ്, അതുപോലെ തന്നെ സാലിനൈസേഷൻ ആൻഡ് വാട്ടർ ലോഗിങ്. സാലിനൈസേഷൻ എന്ന് വെച്ചാൽ ഉപ്പ്, ലവണാംശം കൂടുക ഭൂമിയിൽ, അപ്പം അതുമൂലം ഉണ്ടാകുന്ന വാട്ടർ ലോഗിങ്ങും കുഴപ്പങ്ങളും ഒക്കെ. പിന്നെ അടുത്തത് വാട്ടർ ഷോർട്ടേജ്. ഇനിയുള്ള തലമുറക്ക് നേരിടേണ്ടി വരുന്ന ഭൂമിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും വാട്ടർ ഷോർട്ടേജ് എന്നാണ് പറയുന്നത്. വാട്ടർ ഷോർട്ടേജ് ഈസ് എ ഗ്ലെയറിംഗ് സിനാറിയോ ഇൻ ദ 21st century. Studies of water stressed regions like Middle East especially show that these countries no longer have sufficient water resources to fulfill their agricultural or industrial needs. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് വേണ്ടതും അതുപോലെ തന്നെ വ്യവസായങ്ങൾക്ക് വേണ്ടത്, കൃഷിക്ക് വേണ്ട പോപ്പുലേഷന് വേണ്ട, ഓരോ സ്ഥലത്ത് വേണ്ട വെള്ളത്തിന്റെ ആവശ്യം കൂടി വരും. പക്ഷെ വെള്ളം കിട്ടാത്ത ദുർലഭത, വെള്ളമില്ലായ്മ കൂടി വരും. അപ്പൊ ഇത് ഒത്തിരി എല്ലാ ജീവജാലങ്ങൾക്കും തന്നെ വളരെയധികം പ്രോബ്ലം ഉണ്ടാക്കും. അതിൽ നിന്ന് ഉണ്ടാകുന്ന വേറൊരു പ്രോബ്ലമാണ് സാലിനൈസേഷൻ. അതിന്റെ ഉപ്പിന്റെ ഭൂമിയുടെ ഉപ്പിന്റെ അവസ്ഥ കൂടുക, അതും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ അടുത്തതാണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ ഈസ് ദ റിലീസ് ഓഫ് സബ്സ്റ്റൻസസ് ഹാംഫുൾ, ദോഷകരമായിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ വെള്ളത്തിൽ കൂടി ഒഴുക്കി വിടുക. ഗ്രൗണ്ട് വാട്ടർ, ലേക്സ്, സ്ട്രീംസ്, റിവേഴ്സ്, എസ്ട്രിയസ് ആൻഡ് ഓഷ്യൻസ് ടു ദ എക്സ്റ്റെൻഡ് ദാറ്റ് ദീസ് സബ്സ്റ്റൻസസ് ഇന്റർഫിയർ വിത്ത് ദ നാച്ചുറൽ ഫങ്ഷനിങ് ഓഫ് ദ എക്കോസിസ്റ്റം. ഈ അശുദ്ധമായിട്ടുള്ള വസ്തുക്കളൊക്കെ എക്കോസിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫങ്ഷൻസിനെ ബാധിക്കും. വേരിയസ് കൈൻഡ്സ് ഓഫ് പൊല്യൂട്ടൻസ് റിസൾട്ട് റിലീസ്ഡ് ഇൻ water may be domestic sewage, toxic waste from industries or hospitals, sediments, thermal pollution, oil spills. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പുറത്തേക്ക് വിടുന്ന വേസ്റ്റുകൾ വളരെ ദൂഷ്യം ഉണ്ടാക്കുന്നതാണ്. ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്, അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മലിന വസ്തുക്കൾ വെള്ളം മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്ന മനുഷ്യർക്കും അതുപോലെ മറ്റ് ജീവജാലങ്ങൾക്കും ഒത്തിരി പ്രോബ്ലം, അസുഖങ്ങൾ, അതുപോലെ ഡെത്ത് ഒക്കെ സംഭവിക്കാനായിട്ട് ഈ വാട്ടർ പൊല്യൂഷൻ കാരണമാകുന്നുണ്ട്. പിന്നെ അടുത്തത് ലോസ് ഓഫ് സ്പെസീസ് ഓർ ബയോഡൈവേഴ്സിറ്റി ലോസ്. അക്കോർഡിംഗ് ടു ചാൾസ് ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, സ്പെസീസ് ഹാവ് ഓൾവേസ് കം ആൻഡ് ഗോൺ വെദർ ഓർ പ്ലാന്റ്സ്, ആനിമൽസ്, ഇൻസെക്ട്സ് ഓർ അതേഴ്സ്. ചാൾസ് ഡാർവിൻ പറഞ്ഞിട്ടുള്ള പോലെ നിലനിൽപ്പിന്റെ ഒരു നിയമം, അതായത് സ്പെസീസ് വന്നും പോയിക്കൊണ്ടും ഇരിക്കും. ഒന്നിനെ നശിപ്പിച്ചിട്ടായിരിക്കും വേറൊന്ന് ജീവിച്ചു വരിക. അതുപോലെ ഏറ്റവും ചെറുതിനെ അതിനേക്കാൾ വലുത് ഭക്ഷിക്കുക, അതിലും വലുത് അതിനെ ഭക്ഷിക്കുക, അങ്ങനെ. അപ്പോൾ ഓരോ സ്പെസീസും വന്നും പോയിക്കൊണ്ടേ ഇരിക്കും. അത് ജീവിതത്തിന്റെ നാച്ചുറൽ ഒരു ലോയാണ്. സർവൈവൽ ഓഫ് ദ എക്സിസ്റ്റൻസ് എന്നുള്ള അവിടെ പറയുന്നുണ്ട്. ഹവർ ദ റേറ്റ് ഓഫ് ദീസ് ലോസസ് ഹാസ് ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ് സിൻസ് ദ ഇൻഡസ്ട്രീരിയൽ റെവല്യൂഷൻ. പക്ഷെ ഇൻഡസ്ട്രീരിയൽ റെവല്യൂഷന് ശേഷം ഈ ഇങ്ങനെ നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടി വരികയാണ്. ആസ് പെർ ദ എസ്റ്റിമേറ്റ്സ് ഓഫ് എ സ്റ്റഡി ബൈ ദ വേൾഡ് കൺസർവേഷൻ യൂണിയൻ ആസ് 2007, 16,306 സ്പെസീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ത്രെറ്റൻഡ് വിത്ത് എക്സ്റ്റിൻഷൻ. അപ്പോൾ ഒരുപാട് ജീവജാലങ്ങൾക്ക് നാശം സംഭവിച്ചതായിട്ട് സ്റ്റഡീസ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി വേറെ ഒന്നാണ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. അതുമൂലം എൻവയറമെന്റിന് വളരെ വലിയ ഹാനിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ദ സൊസൈറ്റൽ റെസ്പോൺസ്, ദ വേ ഫോർവേഡ്, ദ വേസ് ഇൻ വിച്ച് ഹ്യൂമൻ സൊസൈറ്റീസ് ഹാവ് ബീൻ ഓവർസീയിങ് ദ എക്കോസിസ്റ്റം ആൻഡ് ഓൾട്ടറിങ് ദെയർ എൻവയറമെന്റ് ഹാവ് ക്രിയേറ്റഡ് എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻസ്. ഇങ്ങനെ എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാകുന്നതിന് തടയാൻ വേണ്ടി ഹ്യൂമൻ സൊസൈറ്റി എന്തൊക്കെയാണ് കണ്ടുപിടിച്ചേക്കണെന്ന്. അപ്പോൾ 2 ഐഡിയാസ് ഇവിടെ യൂസ് ചെയ്യണം. ദർ ആർ 2 ways in which environmental problems have been conceptualized. അത്
ഒന്ന് അറ്റ് ദ ലെവൽ ഓഫ് ഐഡിയാസ് ആൻഡ് അറ്റ് ദ ലെവൽ ഓഫ് പ്രാക്ടീസ്. അപ്പോൾ ഒന്ന് അറ്റ് ദ ലെവൽ ഓഫ് ഐഡിയാസ്, മറ്റത് അറ്റ് ദ ലെവൽ ഓഫ് പ്രാക്ടീസ്. അറ്റ് ദ ലെവൽ ഓഫ് ഐഡിയാസ്, എൻവയറമെന്റലിസ്റ്റ് വെദർ സയന്റിസ്റ്റ് ഓർ സോഷ്യോളജിസ്റ്റ് ഹാവ് ബീൻ തിങ്കിങ് ideas to explain the problematic condition എങ്ങനെ മാറ്റാന്ന് സയന്റിസ്റ്റുകളും എൻവയറമെന്റലിസ്റ്റുകളും ഒക്കെ ചിന്തിച്ച് അവരുടെ ഐഡിയാസ് പുറത്തേക്ക് വിടുക. അതാണ് അറ്റ് ദ ലെവൽ ഓഫ് ഐഡിയാസ്. ഇനി അറ്റ് ദ ലെവൽ ഓഫ് പ്രാക്ടീസിൽ ഹവർ എൻവയറമെന്റൽ ആക്ടിവിസം through the various environmental justice movements have made their presence felt nationally and internationally in many parts of the world. Some of this being the Syria Club. അപ്പോൾ പല ക്ലബ്ബുകൾ, മൂവ്മെന്റ്സ്, അതുപോലെ പല സംഘടനകളൊക്കെ വഴി ഈ ഓരോ ആശയങ്ങൾ പുറത്തേക്ക് വിടുക. അപ്പം അതാണ് സെക്കൻഡ് വേ. ദ 2 dimensions ഓഫ് എൻവയറമെന്റൽ കൺസേൺ, ഐഡിയാസ് ആൻഡ് പ്രാക്ടീസ് ആർ ഇൻ കോൺസ്റ്റന്റ് കോൺവെർസേഷൻ ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ഈച്ച് അതർ സച്ച് ദാറ്റ് പവർ, പൊളിറ്റിക്സ്, സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് കോൺഫ്ലിക്ട് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദ ഫോം ഓഫ് എൻവയറമെന്റൽ ഇഷ്യൂസ്. അപ്പം എൻവയറമെന്റൽ ഇഷ്യൂസ് എങ്ങനെ ഇല്ലാതാക്കാം ഉള്ളതിന് വേണ്ടി പല കോൺവെർസേഷനും ഇന്ററാക്ഷൻസും ഒക്കെ മേൽത്തട്ടുകളിൽ നടക്കുന്നുണ്ട്. പവർ, പൊളിറ്റിക്സ്, സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് കോൺഫ്ലിക്ട് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ determining the form of environmental issues. It is these issues and their attendant theoretical and practical dialectic is the concern of environmental sociology as a ഡിസിപ്ലിൻ. അപ്പം ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എൻവയറമെന്റൽ സോഷ്യോളജി ഒരു ഡിസിപ്ലിനായിട്ട് ഉദയം ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഓരോ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് തന്നേക്കണോടത്തുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും പ്രത്യേകം നോക്കി പോവുക. 1-2 പ്രാവശ്യം നന്നായിട്ട് വായിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാകും. പരീക്ഷയ്ക്ക് വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് ഈ എൻവയറമെന്റൽ സോഷ്യോളജി.